നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ആർക്കും നമ്മുടെ ജനിച്ച ദിവസം ഓർമ്മയില്ല. ഞാൻ ഈ ഡോക്യുമെന്ററി തുടങ്ങുന്ന സമയത്ത് എന്റെ ചിന്ത കുട്ടികളെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു. കേരളത്തിൽ ഇന്ന് ജനനം മുതൽ 21 വയസ്സ് വരെ ഒരു കുട്ടിക്ക് എന്തൊക്കെ ചെലവുകൾ ഒരു പാരന്റിന് ഉണ്ടാവാം എന്നുള്ള എന്റെ ചോദ്യം, എന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്നെ കൊണ്ടെത്തിച്ചത് എന്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ 21 വർഷം ചെലവാക്കാൻ പോകുന്ന പൈസേനെ പറ്റി മാത്രമല്ല പറയാൻ പോകുന്നത്. ഇതുവരെ കുട്ടികളുള്ളതും കുട്ടികളില്ലാത്തതും കുട്ടികളെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടി ഒരു പാരന്റിന് കേരളത്തിൽ ഒരു കുട്ടീനെ വളർത്തി വലുതാക്കാൻ പെടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും അതിന് കൊടുക്കുന്ന വിലയും, ആയിരക്കണക്കിനുള്ള ഡിസിഷൻസ്, കോൺവെർസേഷൻസ്, തെറ്റുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരിക്കലും കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരാളെയും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഇതൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവത്തില്ല. ഈ വീഡിയോന്റെ അവസാനം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മളൊക്കെ എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാരും മരിച്ചതിന് ശേഷം എന്തായിരിക്കും നിലനിൽക്കാൻ പോകുന്നത്? ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് ഒരു വീട്ടിൽ ഞാനും ഹസ്ബൻഡും കൊച്ചും മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ ഫാമിലി നേരെ നോക്കൂ, വീട് നേരെ നോക്കൂ, ഹസ്ബൻഡിന്റെ കാര്യം നോക്കൂ, എന്റെ കാര്യം നോക്കൂ, കുഞ്ഞിന്റെ കാര്യം നോക്കൂ. കുട്ടിയെ വളർത്തുന്ന ബേസിക് ആയിട്ട് വേണ്ടുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അത് തന്നെയാണ് വാസ്തവം. മണിയല്ല വേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ടൈമാണ്. നമ്മൾ പഠിച്ച പോലെയാണ് നിങ്ങൾ പഠിച്ചതല്ല. അപ്പൊ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, ചില വെറൈറ്റി ആയിക്കൊണ്ടേയിരിക്കും. കാരണം അവരെന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെന്ന് തോന്നി ആ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. പക്ഷെ കുഞ്ഞിന് എന്താ വേണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടായിരിക്കണം. വരുന്നതാണ് ശരിക്കും നമ്മുടെ കൂടെ, അല്ലാണ്ട് വളർത്തുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാൻ തോന്നുന്നില്ല. കുട്ടികളെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 10 കഴിയുമ്പോൾ കഴിച്ചു വിടണം. അങ്ങനെയല്ല, കുട്ടികളുടെ മൈൻഡ് മാറി തുടങ്ങി. പ്ലസ് 1 പ്ലസ് 2 ആകുമ്പോൾ അവർ സ്വതന്ത്രരായി പറന്നു തുടങ്ങും. അങ്ങനെ അല്ല, 10ാം ക്ലാസ് കഴിയുമ്പോഴല്ല, +2 വരെ നമ്മളെ ചെറയിലിരിക്കും. പിന്നെ അവര് നമ്മളെ പഠിപ്പിക്കും. കുറച്ച് നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോഴത്തേക്കും അവിടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ജീവിതം പഠിക്കാൻ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇച്ചിരി പക്വത വെക്കുന്ന കാലം മുതൽ നമുക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. ജീവിതകാലം മുഴുവൻ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ചിലരെങ്കിലും ഇതെന്തിനാണ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കരിയറിന് വേണ്ടി, ഒരു കാർ മേടിക്കാൻ, ഒരു വീട് മേടിക്കാൻ, ഒരു റെപ്യൂട്ടേഷന് വേണ്ടി ആവാം, ഒരു ജീവിതം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും ഞാൻ ചോദിക്കുന്നു, നമ്മളെ സർവൈവ് ചെയ്യുന്ന എന്തായിരിക്കും? തുടക്കത്തിൽ ഞാൻ വിചാരിച്ച ലെഗസി എന്ന് പറയുന്നത് എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ആളുകൾ പോയതിനു ശേഷം ലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്നാണ്. പക്ഷെ ആക്ച്വലി നമ്മൾ എല്ലാ മനുഷ്യരും ഇല്ലാതാവുമ്പോൾ ഒരു ലെഗസി നമ്മൾ കൈമാറിയാണ് പോകുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിവിലൈസേഷൻസ് എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ താണ്ടി നമ്മളിലേക്ക് എത്തിയെന്ന്? ഒരുപാടൊന്നും ചിന്തിക്കേണ്ട, കാരണം പലതും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരുപാട് എംപയേഴ്സ് ഡിസപ്പിയർഡ് ആയി, കറൻസീസ് മാറി, ബോർഡേഴ്സ് മാറി, പലതും മാറിയെങ്കിലും ഇതെല്ലാം സർവൈവ് ചെയ്തത് നമ്മൾ മനുഷ്യർ മാത്രമാണ്. ഓരോ സിവിലൈസേഷനും സർവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത് തൊട്ടു മുമ്പുള്ള തലമുറ അവര് പഠിച്ചതും അവരുടെ ലൈഫും അവർ ഷെയർ ചെയ്യും. അവർക്കറിയുന്ന എല്ലാ ലാംഗ്വേജും, അവർ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസും ട്രഡീഷൻസും ഓപ്പർച്യൂണിറ്റിയും അവർ ഷെയർ ചെയ്യും. നമ്മളെല്ലാവരും ഇന്ന് ലൈഫ് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വേറൊരാളുടെ കുട്ടിയായിരുന്നു. നമ്മൾ ആക്ച്വലി ആരും ഒറ്റയ്ക്കല്ല ഈ ലോകത്തേക്ക് വരുന്നത്. നമ്മൾ വരുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പാരമ്പര്യമായിട്ടാണ് നമ്മുടെ പൂർവികരുടെ. കുറച്ചെങ്കിലും ആളുകൾ അവരുടെ ജീവിതം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നത് അവരെ എങ്ങനെ ആളുകൾ ഓർക്കണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ നമ്മളെയൊക്കെ എല്ലാവരും ഓർക്കുന്നതിന് മുമ്പ് 2 പേര് ആക്ച്വലി നമ്മളെ ചൂസ് ചെയ്യണം. ഇന്ന് ജനിക്കുന്ന പുതിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം AI, ക്ലൈമറ്റ് ചേഞ്ച്, റോബോട്ട്, സ്പേസ് എക്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, യുദ്ധങ്ങൾ, ഫുട്ബോൾ, സോഷ്യൽ മീഡിയ, കോഡിംഗ്, ലോൺലിനെസ്, ഡേറ്റിംഗ്, ഓൺട്രപ്രനോർഷിപ്പ്, മെന്റൽ ഹെൽത്ത്, ഓട്ടോമേഷൻ, മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ആണ്. അതേപോലെ തന്നെ മില്യൺസ് ഓഫ് ഡേഞ്ചേഴ്സും ഉണ്ട്. ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ലോകത്തിന് വേണ്ടി നമുക്ക് ഒരാളെ എങ്ങനെ തയ്യാറാക്കാൻ പറ്റും? നമ്മുടെ പാരന്റ്സ് ഈ ലോകത്തിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ടാണ്. പക്ഷെ ഇന്ന് ലോകം ഓരോ 5 വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയുന്നത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് റെലവൻസ് പോലും കാണണമെന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രൂഫാണ്. അപ്പോ ആക്ച്വലി പാരന്റ്സിന് ചിൽഡ്രനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഉത്തരങ്ങളുമായിട്ട് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചോദ്യം മാറുകയാണല്ലോ എല്ലാ 5 വർഷവും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫണ്ടമെന്റലി ഒരു കുട്ടിക്ക് സർവൈവ് ചെയ്യാനായിട്ട് എന്ത് തരത്തിലുള്ള ചേഞ്ച് വന്നാലും അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിസർച്ച്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ റെഗുലേഷൻ, ക്യൂരിയോസിറ്റി, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, റിസൈലൻസ്, പ്രോബ്ലം സോൾവിംഗ്, അഡാപ്റ്റബിലിറ്റി. ഞാൻ ആക്ച്വലി കുറെ വാക്കുകൾ പറഞ്ഞു. ഇതിന്റെ ഓരോ വാക്കുകളെ പറ്റിയും എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഡെപ്തിൽ പോകേണ്ട സബ്ജക്റ്റുകളാണ് ഇതെല്ലാം. സ്കൂള് ഒരു കുട്ടീനെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ ലൈഫ് അവരെ പ്രിപ്പയർ ചെയ്യുന്നത് അൺസർട്ടനിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ആരാണ് ലൈഫിന് വേണ്ടി ഒരാളെ പ്രിപ്പയർ ചെയ്യുന്നത്? അത് ആക്ച്വലി ഒരു പാരന്റിന്റെ റോളാണ്. ഒരു കുട്ടിയുടെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്നതല്ല, ഒരു കുട്ടിക്ക് ജഡ്ജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഫുട്ബോളേഴ്സും ഇതെല്ലാം കരിയേഴ്സ് ആണ്. ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്ന കരിയേഴ്സ് ആണ്. ഫണ്ടമെന്റലി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു കുട്ടി ഒരു ഹ്യൂമൻ ആയിരിക്കണം, അതൊരു തിങ്കർ ആയിരിക്കണം, അതൊരു ലേണർ ആയിരിക്കണം, ആൻഡ് ഫൈനലി അതൊരു പ്രൊഫഷനിലേക്ക് അവരെ കൊണ്ടുപോട്ടെ. കരിയർ അവസാനമാണ് വരുന്നത്. കാരണം ഏത് കരിയർ ആണെങ്കിലും എന്താണെങ്കിലും സർവൈവ് ചെയ്യുന്നത് ക്യാരക്ടർ മാത്രമായിരിക്കും. എല്ലാ ജനറേഷനും നോളജ് ഇൻഹെറിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാ ജനറേഷനും ഫേസ് ചെയ്യുന്ന പ്രശ്നം തൊട്ട് മുമ്പുള്ള ജനറേഷൻ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ചരിത്രം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കെയർ ചെയ്തിട്ട്
ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ്, വീഡിയോ റെന്റൽ, ടൈപ്പിസ്റ്റ്, ട്രാവൽ ഏജന്റ്, പല ജോലികൾ, ഇതൊന്നും ഇന്നില്ലല്ലോ. പക്ഷെ ഹ്യൂമൻസ് സർവൈവ് ചെയ്തു. ഒരു പാരന്റിന്റെ ഡീപ്പർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരാളെ ബിൽഡ് ചെയ്തെടുക്കണം. അത് എന്ത് പാത്ത് വേണമാവും, ചിലപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ പാത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആരുടെയും സഹായമില്ലാതെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ കുട്ടികൾ നമ്മളെ വിട്ടുപോകും. കോളേജ്, ജോലി, കല്യാണം, ജീവിതം, എവിടെയെങ്കിലും വെച്ച്. ഈ മൊമെന്റിന് മുമ്പ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷൻ ആണ്. ഇതിന് ശേഷം നടക്കുന്ന എല്ലാം അവർക്ക് മാത്രമുള്ളതാണ്. ഒരു കുട്ടിയും ഈ ലോകത്തേക്ക് വരുന്നത് സത്യസന്ധനായി, കൈൻഡായി, കോൺഫിഡന്റ് ആയി, എംപതറ്റിക് ആയി, ഡിസിപ്ലിൻഡ് ആയി, ക്യൂരിയസ് ആയി, റിസൈലന്റ് ആയിട്ടല്ല. അല്ലെങ്കിൽ തന്നെ ഒരു കുട്ടിക്ക് എന്താ അറിയാന്ന്? ഭാഷയില്ല, റിലീജിയൻ ഇല്ല, പേടിയില്ല, കോൺഫിഡൻസ് ഇല്ല, ഐഡന്റിറ്റി ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ലോകം അവരെന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ നമ്മുടെ ബിഹേവിയർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർ നമ്മൾ പോലും പറയാതെ കണ്ടു പഠിക്കാറുണ്ട്. അവരുടെ ബിലീഫ്സും ഐഡന്റിറ്റിയും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഡെവലപ്പ് ആവുന്നത്. ഒരു ഡെവലപ്പിംഗ് ചൈൽഡിനെ പറ്റിയിട്ടുള്ള ഒരു ഹാർവാർഡ് സ്റ്റഡി വർഷങ്ങൾക്കുള്ള ഒരു എവിഡൻസ് സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. റെസ്പോൺസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്, ലൈക്ക് സംസാരിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, കളിക്കുന്നത്, ലിറ്ററലി ഇത് ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ ആർക്കിടെക്ചർ തന്നെ ഡിസൈനും ഷേപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതിനു വേണ്ടി ഒരു പാരന്റിനെ ആരാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ നമ്മൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ലോകം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഒരു ഡോക്ടറായിട്ട്. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫഷണൽ ഡിഗ്രീസ് കഴിഞ്ഞവരുടെ അവസ്ഥ. ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജോലികളിൽ ഒന്നാണ്. ആൻഡ് ഇത് നമ്മൾ ഒരു പാരന്റ് ആയതിനു ശേഷമാണ് പഠിക്കുന്നത്. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് ചോദിച്ചാൽ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരെയാണ് ഇഷ്ടപ്പെടുന്നത്? നല്ല അനുകമ്പയുള്ള, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്ന, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാകുന്ന, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുന്ന ആൾക്കാരോട് നമുക്കൊരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ തോന്നും. അപ്പൊ കുട്ടികളും അങ്ങനെ തന്നെയാണ് വളരേണ്ടത്. നമ്മുടെ മുമ്പിൽ ഒരു ഹ്യൂമൻ ലൈഫ് ഡെവലപ്പ് ആവുന്നതിനൊപ്പമാണ് നമ്മൾ ഇതങ്ങ് പഠിക്കുന്നത്. എല്ലാ പാരന്റിനും ലിമിറ്റ് ഉണ്ട്. അവരുടെ നോളജ് ആണെങ്കിലും, പേഷ്യൻസ് ആണെങ്കിലും, എക്സ്പീരിയൻസ് ആണെങ്കിലും, ഫിയർ ആണെങ്കിലും, ട്രോമ ആണെങ്കിലും, ഡ്രീംസ് ആണെങ്കിലും. ഒരു പാരന്റും ഇൻഫൈനൈറ്റ് അല്ല, ഒരു പാരന്റും പെർഫെക്റ്റും അല്ല. പിന്നെ എന്താണ് ഒരാളെ ഗുഡ് പാരന്റ് ആക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ആൻസർ എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്, പെർഫെക്ഷൻ അല്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയും പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, പഠിച്ചോണ്ടേ ഇരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് പാരന്റ്സ് പഠിക്കാതിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് ഒരു പാരന്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഉത്തരങ്ങളല്ല, അവർക്കുള്ളിൽ പഠിക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ നിന്ന് അവർക്ക് കണ്ടു പഠിക്കാൻ പറ്റണം. ഓരോ കുട്ടിയും ഈ ലോകത്തേക്ക് വരുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആയിട്ടാണ്. പക്ഷെ എപ്പോഴും ഒരു പാരന്റ് ഉണ്ടാവുന്നത് ഫൈനൈറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആയിട്ടാണ്, എക്സ്പീരിയൻസസ് ആയിട്ടാണ്. നമുക്കിത് ആക്ച്വലി ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റും. നമുക്ക് നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ധൈര്യം കാണിക്കും. കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലും ഇതൊക്കെ വീട്ടുകാർ എന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ളൊരു ഉറപ്പുള്ള ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോബ്ലങ്ങളെ അതിജീവിക്കാനും എല്ലാത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തർജിക്കാനും പഠിക്കും. അപ്പോൾ കറേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ തനിക്കൊരു സംരക്ഷണം കിട്ടുമെന്നൊരു ഉറപ്പ് വേണം. ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നന്നായിട്ട് ഉണ്ടാകുന്നത്. കാരണം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ശക്തിയോടുകൂടി വളരുന്ന കുട്ടികളാണ് ധൈര്യവാന്മാരായി വളരുക. ഒരു കുട്ടീനെ വളർത്തുന്നെന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് എഫേർട്ടാണ്. എന്തിന്? നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഒരിക്കലും അവരുടേതായി തീരാതിരിക്കാൻ. ഇവിടത്തെ ഉത്തരം ഒരിക്കലും പൈസ മാത്രമല്ല. ഇവിടത്തെ ഉത്തരം പൈസയോ സ്കൂളിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇഷ്ടമോ ഇത് മാത്രമല്ല. ഇത് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന, അവർക്ക് വളരാനായിട്ട് അവർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ആ എൻവയോൺമെന്റ് ആണ്. ഈ എൻവയോൺമെന്റിന്റെ പ്രത്യേകത കുട്ടി വളരുന്നു, പാരന്റ് വളരുന്നു, ഫാമിലി വളരുന്നു. നമ്മൾ ജീവിതത്തിൽ നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളുടെ റിട്ടേൺ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എന്തായി മാറും? ഒരു കുട്ടീനെ വളർത്തുന്നത് മാത്രം നമ്മൾ നമ്പറിന്റെ മെട്രിക്സ് വെച്ച് കൂട്ടാറില്ല, കാരണം അതൊരു ഹ്യൂമൻ ബീയിങ് ആണല്ലോ. പക്ഷെ എനിക്ക് പാരന്റ്സ് ജീവിതത്തിൽ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒന്ന് പഠിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു അക്കൗണ്ടന്റ് തുടങ്ങുന്ന അതേ സ്ഥലത്ത് തന്നെ ഞാൻ ആക്ച്വലി തുടങ്ങി. ബില്ലുകൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. പ്രഗ്നൻസി, ഡെലിവറി, വാക്സിനേഷൻ, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, ഹൈസ്കൂളും കോളേജും, ട്രാൻസ്പോർട്ട്, ടെക്നോളജി, അതർ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു ബില്ല് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഈ ബില്ല് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആക്ച്വലി ഒരു സിംഗിൾ മെട്രിക്സിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്ത് നമ്മുടെ സിറ്റി അർബൻ ആണോ, ടയർ 1, ടയർ 2, ടയർ 3 അങ്ങനെ പല തരത്തിലുള്ള ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി ഒരു നോർമൽ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എന്താണ് നടക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. പ്രഗ്നൻസി, ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗൈനക്കോളജിസ്റ്റ്, റെഗുലർ സ്കാനിങ്, റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ, മെഡിസിൻസ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, നോർമൽ ഉണ്ട്, സി സെക്ഷൻ ഉണ്ട്. ഞാൻ ഈ എടുത്തിരിക്കുന്ന കണക്കുകളെല്ലാം കേരളത്തിന്റെ പല സ്റ്റഡീസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ആവറേജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. സ്റ്റഡീസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം. ഒരു കുട്ടി, ആ കുട്ടിയുടെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു 1 lakh തൊട്ട് 3 lakh വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലൈഫ് തുടങ്ങുന്ന സമയത്ത് വാക്സിനേഷൻ, ഡ്രസ്സ്, മിൽക്ക്, പൗഡർ, ഡൈപ്പർ, പീഡിയാട്രിഷ്യൻ. വാക്സിനേഷൻ എന്ന് പറയുന്നത് ജനറലി ഗവൺമെന്റ് ആശുപത്രികൾ എടുക്കുമ്പോൾ ഫ്രീ ആണ്. പക്ഷെ പ്രൈവറ്റ് ആശുപത്രികൾ അതിനും കോസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. അതൊന്നും ഞാൻ കൂട്ടുന്നില്ല, കാരണം അത് റെക്കറിംഗ് കോസ്റ്റ് ആണ്. അത് മാത്രമല്ല എനിക്ക് ചുമ്മാ ഒരു നമ്പർ ആഡ് ചെയ്യണമെന്നില്ല, കാരണം ഇതിന് ബാക്ക് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് നമ്പേഴ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ എന്റെ കയ്യിലില്ല. പിന്നെ നമ്മൾ സ്കൂളിംഗിലേക്ക് വരികയാണ്. ഒരു ടിപ്പിക്കൽ CBSE സ്കൂളിന് 40,000 തൊട്ട് 1.5 ലക്ഷം വരെ ഏകദേശം ഒരു വർഷം ചെലവ് വരാം. 12 വർഷം കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് 11 തൊട്ട് 43 ലക്ഷം വരെ ആവാം, എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്തിട്ട്. അത് കഴിഞ്ഞ് കോളേജ്, ഗവൺമെന്റ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ 16,000 to 20,000 per year ആണ്. ടിപ്പിക്കൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 35,000 to 99,000 വരെ per year ചെലവ് വരാം. മെഡിസിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ജമ്പാണ്. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ആസ്പിറേഷൻ ആണ്. ഇവിടെ ഞാൻ ആക്ച്വലി ഹിഡൻ കോസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൂട്ടിയിട്ടില്ല. ട്രാൻസ്പോർട്ട്, നമ്മളിപ്പോ ഒരു മൊബൈൽ മേടിക്കുന്നത്, ലാപ്ടോപ്പ് മേടിക്കുന്നത്, സ്കൂൾ ടൂർസ്, ബർത്ത്ഡേസ്. എന്റെ ഒരു പേഴ്സണൽ റീസർച്ച് പ്രകാരം ഏകദേശം 8 തൊട്ട് 20 ലക്ഷം വരെ റേഞ്ച് ചെയ്യും ഈ ചെലവുകൾ. നിങ്ങൾ കേരളത്തിൽ ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പല സ്റ്റഡീസ് പ്രകാരം റീസണബിളി ഓവർ ഒരു 0 to 21 ഇയേഴ്സിനകത്ത് നമ്മൾ ഒരു കുട്ടീനെ വളർത്താനായിട്ട് 40 തൊട്ട് 1 കോടിക്ക് മുകളിൽ വരെ ചെലവ് വന്നേക്കാം. മിക്ക ഫാമിലീസിലും ഇത് തന്നെയായിരിക്കും അവർ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പർച്ചേസും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിസ്റ്റുകൾ ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റിനെ ജഡ്ജ് ചെയ്യുന്നത് ഇതിന്റെ കോസ്റ്റിനെ വെച്ചിട്ടല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടിനെ വെച്ചിട്ടാണ്. 1960-കളിൽ എക്കണോമിസ്റ്റ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആളുകൾ മനുഷ്യരിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്തായിരിക്കും? അതായിരുന്നു ചോദ്യം. അവർ ഇതിനെ വിളിച്ചിരുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സ്കിൽസ്, ഏർലി ചൈൽഡ്ഹുഡ്, ഇതൊന്നും എക്സ്പെൻസ് അല്ല, ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടാണ് അവർ കണ്ടത്. അവരിതിൽ കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എത്ര നേരത്തെ നമ്മൾ തുടങ്ങുന്നോ അത്രയും നേരത്തെ തന്നെ, അല്ലെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. റിസർച്ച് ഒരിക്കലും ഒരു ഗ്യാരണ്ടീഡ് റിസൾട്ട് ഒന്നും തന്നിട്ടൊന്നുമില്ല, പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ റിസർച്ച് പറഞ്ഞായിരുന്നു. കുട്ടികൾക്ക് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ഹയർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹയർ ന്യൂട്രീഷൻ, ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അത് വളർന്നു വരുന്ന സമയത്ത്, ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് എക്സ്ട്രോർഡിനറി റിസൾട്ട്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ പിന്നും ബോധർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷർമെന്റ്സ് ഒന്നും ഒരു കുട്ടിയുടെ ആദ്യത്തെ ഹഗ്, അമ്മ, അച്ഛൻ എന്ന് പറഞ്ഞ ആ വിളി കേൾക്കുന്നത്, അവര് വളർന്ന് വലുതായി ഗ്രാജുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ, നമ്മളെക്കാട്ടി വളരെ വലിയ പൊട്ടൻഷ്യലോടെ അവർ നമ്മളെക്കാട്ടി ഫാർ ബെറ്റർ വലുതായിട്ട് വരുന്നത്, ഈ ഇമോഷൻസിനെ പറ്റിയിട്ടൊന്നും ഒരു സ്റ്റഡീസ് നടന്നിട്ടില്ല. ഞാൻ ഈ ആഡ് ചെയ്ത കാൽക്കുലേഷൻസിലൊന്നും ആക്ച്വലി നിങ്ങളുടെ സമയത്തിനെ പറ്റിയോ, നിങ്ങളുടെ ഉറക്കത്തിനെ പറ്റിയോ, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ പറ്റിയോ, എനർജിനെ പറ്റിയോ ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല. എക്കണോമിസ്റ്റുകൾക്ക് ആക്ച്വലി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കൂട്ടാൻ പറ്റത്തുള്ളൂ. പാരന്റ്സ് ആണ് ആക്ച്വലി അതിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പാരന്റ്സ് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങി, എനിക്കൊരു കുട്ടീനെ വേണോ? ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് പൈസേനെ പറ്റിയിട്ടാണെന്ന്. പക്ഷേ എന്റെ റിസർച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമല്ല യഥാർത്ഥ കഥ അതിലും വലുതായിരുന്നു. നമ്മുടെ കേരളം എപ്പോഴും ഡിഫറന്റ് ആയിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആവറേജ് ഫീമെയിലിന് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ നമ്പർ എന്ന് പറയുന്നത് ഒരു ജനറേഷനെ റീപ്ലേസ് ചെയ്യുന്നതിലും കുറവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്, കേരളത്തിൽ മൊത്തം ഒരു 10 കപ്പിൾ ഉണ്ടെന്ന്, എല്ലാ കപ്പിളിനും ഒരു കുട്ടിയാണുള്ളത്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇവഞ്ച്വലി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഇത് ആക്ച്വലി ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല നടക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇത് പല സംസ്ഥാനങ്ങളെ കാട്ടി നേരത്തെ ഇത് സംഭവിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ആക്ച്വലി പൈസയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ കരിയറിന്റെ പ്രശ്നം കൊണ്ടാണോ? ഇൻഫാക്ട് UNFPA എന്ന് പറയുന്ന സർവേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ സർവേയിൽ റെസ്പോണ്ട് ചെയ്ത പലരും പറയുന്നത് അവർക്ക് ആക്ച്വലി ഒരു ഐഡിയൽ ഫാമിലിയിൽ കുട്ടികൾ വേണമെന്ന് തന്നെയാണ്. അതിൽ തന്നെ പലരും വിശ്വസിക്കുന്ന അവർക്ക് ഒരുപാട് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഇത് സംഭവിക്കാനായിട്ട്. ഫൈനാൻസസ്, ഹൗസിംഗ്, ജോബ്സ്, ചൈൽഡ് കെയർ, ഇതെല്ലാമാണ് അവർ പറയുന്ന ഫാക്ടേഴ്സ് അവർ ലിമിറ്റ് ചെയ്യുന്നത്. ഈ ഡ്രീമിന്റെ കോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഫുഡ്, ലൈഫ് സ്റ്റൈൽ. ഒരു കുട്ടി ആ കുട്ടിയുടെ അഡൽട്ട്ഹുഡ് കഴിയുന്ന സമയത്ത് ഫാമിലീസ് ഏകദേശം 25 ലക്ഷം തൊട്ട് 1.5 കോടി വരെ സ്പെൻഡ് ചെയ്യാം ഒരാളിൽ. ഇത് ഡിപ്പെൻഡിങ് ഓൺ ഏത് ഏരിയ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഈ കുട്ടീനെ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. പല സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള മൾട്ടിപ്പിൾ റെസ്പോൺസ് ഡേറ്റ പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റീസൺ ഒരു കാര്യം മാത്രമല്ല, പൈസ അങ്ങനെയൊന്നും അല്ല. ഇത് നമുക്ക് സംഭവിക്കുന്നതിന്റെ പിന്നിൽ മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആർക്കാണ് കുട്ടീനെ വേണ്ടാത്തത്? ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്റ്റാക്ക് ചെയ്ത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. ആക്ച്വലി മണി എന്ന് പറയുന്ന ഒരു വലിയ പസിന്റെ ചെറിയ പീസ് മാത്രമാണ്. ഈ വീഡിയോയിൽ ഇത്രയും നേരം നമ്മൾ ചോദിച്ചത് കുട്ടികൾ വേണോ എന്നുള്ളൊരു ചോദ്യമാണ്. റീഫ്രെയിം ചെയ്യാൻ സമയം, കുട്ടികൾ ഇല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഫ്യൂച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാ ചോയ്സും ആക്ച്വലി ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യും. ഒരു കുട്ടീനെ വേണോ എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്, ഒരു കുട്ടീനെ വേണ്ട എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. 2 ചോയ്സും ആക്ച്വലി ഫ്രീ അല്ല. നമ്മൾ ആക്ച്വലി നമ്മുടെ പാരന്റ്സിന്റെ ഡ്രീമിന്റെ കോൺസിക്വൻസ് ആണ്. ബ്ലെസ്സിങ്ങും ഗിഫ്റ്റും മാത്രമല്ല, അതൊരു ഡിസിഷൻ ആണ്. അത് ആക്ച്വലി ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്, നാളെ പറ്റിയാണ്. ആൻഡ് ടുമോറോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു റിസൾട്ട് കൂടിയാണ്. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു.